മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വൃക്ക ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാണ്. രക്തസമ്മർദ്ദവും ആരോഗ്യനില കൂടുതൽ വഷളാക്കുന്നു. വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. വി അരുൺ വിവരങ്ങൾ നൽകും. ഇന്നലെ രാവിലെ വി.എസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് വലിയ ആശങ്കയുണ്ടാവുകയും ചെയ്തിരുന്നു. അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യസ്ഥിതി വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. തുടർന്നാണ് ഈ വിദഗ്ധ സംഘം പരിശോധിച്ചത്. അവരിപ്പോൾ എത്തിയിട്ടുള്ള നിഗമനങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്? അതീവ ഗുരുതരമായി വി.എസിന്റെ ആരോഗ്യനില തുടർന്നു തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. 72 മണിക്കൂറിലേറെ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ അതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഇന്നലെ ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. രക്തസമ്മർദ്ദം വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തിലും തകരാറുള്ളതായാണ് ഇപ്പോൾ ഇന്നലെ ഡോക്ടർമാർ പറയുന്നത്. നേരത്തെ തന്നെ വി.എസിന് ശ്വാസകോശത്തിൽ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സയും തുടരുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ ഗുരുതരം തന്നെയാണ്. പരമാവധി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ശ്രമമാണ് ആരോഗ്യ സംഘം നടത്തുന്നത്. SUT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് പുറമെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഉപദേശം കൂടി ചികിത്സയ്ക്കുണ്ട്. അവിടെ തന്നെ ഇതേ ചികിത്സ തുടരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് വളരെ കാര്യക്ഷമമായ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഡോക്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഈ ചികിത്സ തുടരുന്നതിൽ സംതൃപ്തരാണ്. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് വി.എസിന്റെ ആരോഗ്യനില. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.